പണ്ടത്തെ മലയാളക്കര എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. കേരളത്തിലെ പഴയ ലിഖിത ചരിത്രം കേരളത്തിനെ പറ്റി വളരെ കുറവാണല്ലോ. അത് അപ്പം എങ്ങനെയാണ് ഈ ഒരു പണ്ടത്തെ മലയാളക്കരയെ പറ്റി എഴുതാനുള്ള സാമഗ്രികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു ഹിസ്റ്ററിയുടെ മുമ്പുള്ള കാലം, ഇംഗ്ലീഷിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറയും, മലയാളത്തിൽ ചരിത്രാതീത കാലം. ആ കാലത്തെക്കുറിച്ച് ചരിത്രകാരന്മാരും എഴുതാറുണ്ട്, ശാസ്ത്രജ്ഞന്മാരും എഴുതാറുണ്ട്. രണ്ടുപേർക്കും അവകാശമുള്ളൊരു ഫീൽഡാണ്. ചരിത്രകാരന്മാർ പറയുന്നു ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ പിന്നാക്കമുള്ള ഭാഗങ്ങളാണെന്ന്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവരുടെ സാമഗ്രികൾ കൊണ്ട് മാത്രമേ അതിനെപ്പറ്റി അറിയാൻ നിർത്തിയുള്ളൂ. അവിടെ ലിഖിതങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചരിത്രത്തിന് ഇതിൽ അവകാശമില്ല എന്നാണ് അവരുടെ ഭാഗം. അത് രണ്ടും ശരിയാണ് ഒരു ഭാഗം പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിനെ കുറിച്ച് ചരിത്രകാരന്മാർ മാത്രമേ ഈ വർഷം പഠിച്ചിട്ടുള്ളൂ മുമ്പ്. അപ്പോൾ സാഹിത്യ പരിഷത്താണ് എന്നോട് പറഞ്ഞത്, ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റിയൊന്ന് എഴുതി കൊടുക്കണമെന്ന്. ആരാന്ന് വെച്ചാൽ നമ്മുടെ ശിവശങ്കരൻ തന്നെ. അദ്ദേഹം കൺവീനറായിരുന്നല്ലോ പബ്ലിക്കേഷൻ കമ്മിറ്റിയുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് എഴുതിക്കേണ്ടായത്. അത് അവസരം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ഒന്നും 50 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 60s-ലാണ്, ഏർലി 60s-ലാണ്. ഗോൾഡൻ ജൂബിലി കാലത്താണ് അവർക്കിപ്പം ഒരു സീരീസ് ഓഫ് ബുക്സ് വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവരുടെ ചില ഹിസ്റ്റോറിയൻസ് ഉണ്ട്, ചരിത്രകാരന്മാർ, പേര് പറയുന്നില്ല, അവർക്കത് ഇഷ്ടമായില്ല ഈ എൻ്റെ അപ്രോച്ച്. ഞാൻ ആന്ത്രപ്പോളജിയും എത്നോഗ്രാഫിയും തെളിവായിട്ട് തന്നെ അത് പ്രീ ഹിസ്റ്ററിയുടെ തെളിവായിട്ട് അവർ കണക്കാക്കണില്ല. അപ്പം അവർക്ക് വേണ്ട എന്നായി അവസാനം. അപ്പോൾ ഈ ശിവശങ്കരൻ തന്നെ എൻ്റെ ഫ്രണ്ട്, അദ്ദേഹം തന്നെയാണ് ഞാൻ വേറെ പബ്ലിഷ് ചെയ്തോളാം ഇതുകൊണ്ട് പറയും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമാണ് ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തതും അവരെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചതും. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അതിപ്പോൾ വളരെ മോശമൊന്നുമായിട്ടില്ല. സെക്കൻഡ് എഡിഷനൊക്കെ വന്നിട്ടുണ്ട്. അല്ല, അത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു പഠനമായിട്ടുണ്ട്. ഇടയ്ക്ക് ആന്ത്രപ്പോളജി വരുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ലേമാനായിട്ടുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് തെങ്ങ് എന്ന് പറയുന്നത് ഒരു മലനാട് സസ്യമല്ല. അങ്ങനൊരു നിരീക്ഷണമുണ്ട്. അതൊന്ന് എന്താ അതിൻ്റെ കാരണം, അതുപോലെ വേറെ ഏതൊക്കെ സസ്യങ്ങളാണ് ഇതുപോലെ കേരളീയ അല്ലാത്തത്, എന്നാണത് വന്നത് ഏകദേശം. അതുപോലെ മൃഗങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതൊന്നും കൂടി തെങ്ങിനെ പറ്റി പറയാന്ന് വെച്ചാൽ പഴയ സാഹിത്യ കൃതികളിലൊന്നും തെങ്ങില്ല എന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞില്ലേ ഞാൻ സംഘസാഹിത്യം, അതിൽ പശ്ചിമ തീരത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പനയാണ് പറയണത്, തെങ്ങല്ല. തീരപ്രദേശങ്ങളിൽ പനയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തെങ്ങില്ല എന്ന് തന്നെ ഉദ്ദേശിക്കുക ആ കാലത്ത്. അപ്പോൾ പിന്നെ പുറമേ നിന്ന് വന്നതായിരിക്കണമല്ലോ. പിന്നെ അതിൻ്റെ ബോട്ടണിസ്റ്റുകാർ പഠിച്ചിട്ടുള്ളതിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് വന്നതാണെന്നാണ്. തെങ്ങിന് ഒരു കടലൊക്കെ താണ്ടി കിടക്കാനുള്ള ശക്തിയുണ്ട്, പൊങ്ങിക്കിടക്കാമല്ലോ. അത് ഇവിടെ കരയിൽ വന്നടിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇതാവാം. അപ്പാണ് ആ തെങ്ങിൻ്റെ കാര്യം. പിന്നെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ധാരാളം സസ്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ? പൊട്ടാറ്റോ, കപ്പൽമുളക്, കശുവണ്ടി ഒക്കെ അവർ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങ, അതെ, കുമ്പളങ്ങ ആവില്ല. കപ്പ, ടാപ്പിയൊക്കെ
അങ്ങനത്തെ ധാരാളം ഉണ്ട്. അല്ല പക്ഷെ പോർച്ചുഗീസുകാരായിരിക്കും കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാർ കൊണ്ടിരുന്നല്ല. ഞാൻ ഒരു പൂച്ചയുടെ കാര്യം എഴുതിയിരുന്നു ഒരു പേപ്പറിൻ്റെ. പൂച്ചയുടെ പഴയ കാലത്ത് പൂച്ച ഇല്ല, പിന്നെ വന്നതാ. കേരളത്തിലില്ലാന്നോ ഇന്ത്യയിൽ തന്നെ ഇല്ല? സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അത് വടക്കുന്ന വൈൽഡ് പൂച്ചകളുണ്ടല്ലോ, അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണ്. കഴുത നമ്മുടെ നാട്ടിലില്ലാത്തതാണ്. കുതിര ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന സംശയമാണ് അല്ലേ? അഫ്ഗാനിസ്ഥാൻ വടക്കേ ഇന്ത്യയിൽ പിന്നെ ആര്യന്മാർ വന്നപ്പോൾ തന്നെ അവർ വന്നു. കുതിരകളെ ഇമ്പോർട്ട് ചെയ്യലായിരുന്നു ഈ പഴയ കാലത്തെ വലിയൊരു ബിസിനസ്. പകരം കുരുമുളകൊക്കെ അയക്കുക. കേരളത്തില് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തേക്കണ മൃഗങ്ങൾ ഏതൊക്കെയാണ് ഈ തമിഴ് സാഹിത്യത്തിൽ? സിംഹമില്ല, പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, ആനയുണ്ട്. ബാക്കി നമ്മൾ കാണുന്നതൊക്കെ ഉണ്ട്. കാട്ടുപോത്ത്. പിന്നെ വർണ്ണം എന്നുള്ള വാക്ക് അത് കുഞ്ഞുനവനെ ഉപയോഗിച്ചേക്കണത് സാധാരണ വർണ്ണാശ്രമ വ്യവസ്ഥ എന്നുള്ള നിലയ്ക്കല്ല. അതൊന്ന് അതെ ഒന്ന് റേസ് എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ്റെ പരിണാമത്തിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ്. ഒരേ സ്പീഷീസിൽ പെടുന്നവർ, ഒരേ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അന്യോന്യം റിപ്രൊഡ്യൂസ് ചെയ്യാൻ കെൽപ്പുള്ളവർ, അതൊക്കെ ഒരേ സ്പീഷീസ്. ആ സ്പീഷീസ് കൺസെപ്റ്റിലാണല്ലോ മനുഷ്യരെല്ലാവരും ഒരു സ്പീഷീസ് എന്ന് പറയുന്നത്. ഒരേ സ്പീഷീസിൽ തന്നെ പല സ്ഥലത്തായിട്ടുള്ളവർ പല വിധമാവാം. അവരുടെ ജിയോഗ്രഫിക്കൽ ഡിഫറൻസ് വരുന്നതും ഓരോ സ്ഥലത്തും ഓരോ ജീൻസ് മേ ബി ഫേവേർഡ്. ഇപ്പോൾ ട്രോപ്പിക്കൽ കൺട്രീസിൽ, ഉഷ്ണമേഖലയിൽ കറുത്ത നിറത്തിന് ഒരു ഫേവറബിൾ കണ്ടീഷനായിരുന്നു. അത് എന്താ? അൾട്രാ വയലറ്റ് റേസ്. ടെമ്പറേറ്റ് കൺട്രീസിലും തണുത്ത കാലത്തും അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് സൂര്യപ്രകാശം അവർക്ക് കിട്ടുക വേണ്ടത്. അപ്പം അവിടെ കറുത്ത നിറത്തിന് പ്രിയം ഇല്ലാണ്ടായി, വെളുത്ത നിറത്തിന് പ്രിയമായി. അങ്ങനെ നിറത്തിൽ വ്യത്യാസം വന്നു ആൾക്കാർക്ക്. ഇതുമാതിരി മറ്റേ പല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വർണ്ണം എന്നുള്ളത്, നിറം എന്നുള്ളത് റീജിയണൽ ഡിഫറൻസിന് പറ്റിയൊരു വാക്ക് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ റേസ് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷനായിട്ടാണ് ഞാൻ വർണ്ണം നടത്തേക്കുന്നത്. അപ്പം അതിൽ തന്നെ കറുപ്പാണ് മനുഷ്യൻ്റെ ആദിമ വർണ്ണം. ആദിമ വർണ്ണം എന്ന് വെച്ചാൽ ആദ്യം മനുഷ്യനുണ്ടായത് ട്രോപ്പിക്സിലാണ്. പിന്നെയാണല്ലോ ടെമ്പറേറ്റ് കൺട്രീസിലേക്ക് പോയതും അവിടുത്തെ കറുപ്പ് നിറം ഇല്ലാണ്ടായതും. അപ്പോൾ ആദ്യത്തെ നിറം കറുപ്പല്ലേ? അതുപോലെ ശ്രീകൃഷ്ണൻ്റെ കാര്യമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. കറുത്ത നിറമാണ് എന്താ ഇതിൽ പറഞ്ഞല്ലോ? തോന്നുന്നില്ല, എവിടെ വായിച്ച പോലെ തോന്നുന്നില്ല. കറുപ്പിനോട് അന്ന് ഒരു പ്രിയം ഉണ്ടായിരുന്നു. ഉപനിഷത്തിലാണോ വേദത്തിലാണോ എന്നറിയില്ല. കൃഷ്ണന്മാർ പറഞ്ഞാൽ ഒരു റേസായിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. യമുനയുടെ തീരത്തുണ്ടായിരുന്നൊരു വർണ്ണമാണ് കൃഷ്ണന്മാർ. അവരും ഇന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. പിന്നെ കൃഷ്ണനും ഇന്ദ്രനും പുരാണങ്ങളിലും പ്രതിസ്പർശികളായിട്ടാണല്ലോ. അതൊക്കെ അന്നത്തെ കാലത്തിൻ്റെ പാരമ്പര്യമാണ്. ഇപ്പോൾ ഒരു ആനുഷികമായിട്ട് ചോദിക്കുകയാണ്, സിന്ധു നദിയുടെ തട സംസ്കാരം ആര്യയാണോ ദ്രാവിഡാണോ എന്നൊക്കെ ഇപ്പോഴും വാദഗതികളുണ്ടല്ലോ. എന്താ കുഞ്ഞുമോൻ്റെ അഭിപ്രായം എന്താ? എന്നാലും ഞാൻ പറഞ്ഞു, അത് രണ്ടും രണ്ടാണ്, സംശയമില്ല. ആര്യന്മാർ
നശിപ്പിച്ചതാണ് എന്നുള്ള ഒരു സംശയം ഒരു കാലത്തുണ്ടായിരുന്നു. അതും അല്ലാന്ന് തീരുമാനമായി കഴിഞ്ഞു. അവിടുത്തെ ജിയോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, ടെമ്പറേറ്റ് കൺട്രീസിൻ്റെ ഇടപെടൽ, ഇതൊക്കെ കാരണം അവർ സ്വയം സ്ഥലം വിട്ടു പോയതാണ്. അതിൽ നിന്നും ആൾക്കാർ സൗത്തിലേക്ക് വന്നിട്ടുണ്ട്, ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരിൽ പെട്ടതാണ് അഗസ്ത്യൻ എന്നാണ് ലേറ്റസ്റ്റ് തിയറി. അഗസ്ത്യൻ, അതെ, അഗസ്ത്യൻ ആര്യനല്ല, ദ്രാവിഡൻ തന്നെയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽപ്പെട്ട ആളായിരുന്നു. സോ ആ സംസ്കാരം വ്യാപിച്ചതിൻ്റെ ലക്ഷണമാണ് അഗസ്ത്യൻ്റെ വരവ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം ആര്യ സംസ്കാരത്തിന് മുമ്പുള്ളതാണ്. അവര് അത് നാഗരിക സംസ്കാരമായിരുന്നു. ആര്യന്മാർക്ക് നഗരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ നഗരങ്ങൾ ആര്യന്മാരാണ് നശിപ്പിച്ചത് എന്നൊരു തിയറി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നില്ല. പുരന്ദരൻ ഇന്ദ്രനെ പറ്റി അല്ലേ? അതെ. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പല യുഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതൊന്ന് മഹാശിലായുഗം അങ്ങനത്തെ ഇതുണ്ടല്ലോ. അല്ലെ, കേരളത്തിലെ ഏതൊക്കെ കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് പണ്ടത്തെ മലയാളക്കരയിൽ, അല്ലെങ്കിൽ അത് എന്തിനൊക്കെയുള്ള ഒരു എവിഡൻസ് ഉണ്ട്. പക്ഷേ സ്വന്തം ആന്ത്രപ്പോളജിയും ആന്ത്രപ്പോളജി ആയിട്ടുള്ളൊരു ബന്ധം വരുന്നുണ്ട്. ആന്ത്രപ്പോളജീസ് ഈ ശിലായുഗം, ഇരുമ്പ് യുഗം ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഭക്ഷ്യ സമ്പാദനക്കാരും ഭക്ഷ്യ ഉൽപ്പാദനക്കാരും തമ്മിലുള്ള വ്യത്യാസമാണ് കാര്യം. അവിടെയാണ് നോക്കേണ്ടത്. ആദ്യം ഭക്ഷ്യ ഉൽപ്പാദനമില്ലല്ലോ, ഭക്ഷ്യ സമ്പാദനം മാത്രമേ ഉള്ളൂ. അതായത് പുറത്തുനിന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ അത് അന്നത്തേക്കുള്ളത് പറിച്ചു കൊള്ളുന്നതേ, കിഴങ്ങുകൾ എടുത്തുകൊണ്ട് വരെ എന്നിട്ട് അത് തിന്ന് അന്നത്തെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് അതും ആവാം. പിറ്റേ ദിവസത്തേക്കുള്ളത് പിറ്റേ ദിവസം. അപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണം പിറ്റേ ദിവസത്തേക്ക് വയ്ക്കുക എന്നുള്ളതില്ല. അത് ഭക്ഷ്യ സമ്പാദനക്കാരാണ്. പിന്നെ ഭക്ഷ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്, കൃഷി കണ്ടുപിടിച്ചതും ഭക്ഷ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതും അതാണ് അവരുടെ നവീന ശിലായുഗം എന്ന് പറയും. ആർക്കിയോളജിസ്റ്റുകാർ അതിന് നവീന ശിലായുഗം എന്ന് പറയും. ആന്ത്രപ്പോളജിസ്റ്റ് പറയുന്നത് ഭക്ഷ്യോൽപാദനക്കാരുടെ ആൾക്കാർ. അതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അങ്ങനെ ആ ബേസിസിലാണ് ഞാൻ ഈ പുസ്തകത്തിലും വിഭജിച്ചേക്കുന്നത്. ഭക്ഷ്യ സമ്പാദനക്കാരും ഭക്ഷ്യോൽപാദനക്കാരും എന്നുള്ള നിലയിലാണ്. പിന്നെ മഹാശിലക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അവർ വലിയ കല്ലുകൾ എടുത്തിട്ട് അവരുടെ വലിയ എന്തൊക്കെയാണ് ഉണ്ടാക്കുക, മെൻഹീറോ, കൊടക്കല്ല് എന്നൊക്കെ പറയുന്നത്. അത് മഹാശിലക്കാർ. ആ മഹാശിലക്കാരാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ട് ആദ്യം വന്നത്. അവരാണ് എഴുത്ത് കണ്ടുപിടിച്ചത്. കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ ആർക്കിയോളജി പഠിക്കുമ്പോൾ താഴത്തെ നിലകളിലുള്ള അതിൽ എഴുത്തൊന്നുമില്ല. മഹാശിലക്കാരുടെ തന്നെ മുകളിലത്തെ നിലയാകുമ്പോഴേക്ക് എഴുത്ത് കാണാൻ തുടങ്ങി, നാണയങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ മഹാശിലക്കാരാണ് എഴുത്ത് തുടങ്ങിയെന്ന് അതിന് തെളിവുണ്ട്. ഇവിടെ പട്ടണത്തിലെ താഴത്തെ നില മഹാശിലക്കാരാണ്. പിന്നെയാണ് ഹിസ്റ്ററി അവിടെ തുടങ്ങിയത്. അപ്പോൾ മഹാശിലക്കാരാണ് ഹിസ്റ്ററിയിലേക്ക് പോയി പെട്ടത്